നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചട്ടമൂന്നാറിലാണ്. മറ്റൊരു നിയമസഭാ ഇലക്ഷൻ കൂടി പടിവാതിലിലെത്തി നിൽക്കുകയാണ്. സംസ്ഥാനത്തെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ദേവികുളം. തോട്ടം മേഖലകളിലെ വോട്ടുകളാണ് ദേവികുളത്ത് വിധി നിർണ്ണയിക്കുക. ഇപ്പോൾ മുന്നണികൾ പ്രാരംഭ ഇലക്ഷൻ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. LDF-ൽ നിന്നും നിലവിലെ MLA അഡ്വക്കേറ്റ് A. രാജ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. UDF-ലും NDA-യിലും ചർച്ചകൾ പുരോഗമിക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി അടുത്തിടെ CPM-ൽ നിന്നും BJP-യിലേക്ക് എത്തിയ S. രാജേന്ദ്രൻ മത്സരരംഗത്തേക്ക് എത്തുമെന്നാണ് സൂചനകൾ. പക്ഷേ അദ്ദേഹം ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. താൻ മത്സരിക്കാനില്ല എന്ന് തന്നെ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. S. രാജേന്ദ്രൻ ഇല്ലെങ്കിൽ ആര് എന്ന ചോദ്യം പ്രസക്തമാകുകയാണ്. താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച് BJP-യിലെ വളർന്നു വരുന്ന നേതാക്കളിൽ ഒരാളായ കനക മണികണ്ഠൻ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും പ്രാദേശിക നേതൃത്വത്തിനും താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് നൽകിയിട്ടുണ്ട്. അടിവരയിട്ട് അദ്ദേഹം പറയുന്നു, S. രാജേന്ദ്രൻ മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രമേ താൻ മത്സരിക്കാൻ ഉണ്ടാകൂ. S. രാജേന്ദ്രൻ മത്സരിക്കാൻ ഉണ്ടെങ്കിൽ താൻ ഈ മത്സരരംഗത്തുണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ടാകും, അദ്ദേഹത്തിന്റെ വിജയത്തിനായി സജീവമായി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് കനകമണികണ്ഠൻ പറയുന്നത്. മുൻപ് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, നല്ല ശതമാനം വോട്ട് പിടിച്ചിട്ടുണ്ട്. ഏത് മുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പ് ദേവികുളത്ത് നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ദേവികുളം മണ്ഡലത്തിലെ പല ഭാഗത്തും BJP ശക്തി പ്രാപിച്ചു വരുന്നു. മറ്റ് കക്ഷികളിൽ നിന്നും കൂടുതൽ അംഗങ്ങൾ BJP-യിലേക്ക് എത്തുന്നു. ഈ സാഹചര്യത്തിൽ BJP സ്ഥാനാർത്ഥിയായി താൻ എത്തിയാൽ നാടിന് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയും എന്നുള്ള ലക്ഷ്യമുണ്ട്. ആ ഒരു തീരുമാനത്തിലാണ് ബോംബെയിലായിരുന്ന താൻ നാട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനവുമായി എത്തുന്നത്. പൊതുജനങ്ങൾക്ക് നല്ലത് പ്രവർത്തിക്കാൻ കഴിയണം, നല്ലൊരു രാഷ്ട്രീയക്കാരനായി രംഗത്ത് നിൽക്കണം, ജനങ്ങൾക്ക് കഴിയുന്ന സേവനങ്ങളെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് കനകമണികണ്ഠൻ്റെ ആഗ്രഹം. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. മത്സരിക്കാൻ ഒരുമ്പെട്ടിട്ടുള്ള ആ സാഹചര്യത്തെക്കുറിച്ചും മത്സരരംഗത്തുള്ള പ്രതിസന്ധികളെക്കുറിച്ചും എല്ലാം അദ്ദേഹം നമ്മളോട് മനസ്സ് തുറക്കുന്നു. കനകമണികണ്ഠന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് കനകമണികണ്ഠനാണ്. ഞാൻ BJP സ്ഥാനാർത്ഥിയായിട്ട് ഇടുക്കി ജില്ലാ ദേവികുളം ഡിവിഷൻ 3-ൽ മത്സരിച്ചു. 3445 വോട്ടുകൾ എടുത്തു. ഞാൻ മുംബൈയിലെ ഒരു ഓഡിറ്ററായിട്ട് ഞാൻ പണി ചെയ്ത ഒരാളാണ്. പക്ഷേ കുണ്ടളയിൽ ജനിച്ച് വളർന്ന് പഠിപ്പിൻ്റെ വേണ്ടി മുംബൈ ചെന്നിട്ട് മുംബൈയിലിരുന്ന് തന്നെ ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എൻ്റെ മക്കളുടെ കാര്യങ്ങളും നോക്കാൻ വേണ്ടി അവരുടെ ഒവ്വൊരു പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി എപ്പോഴും മൂന്നാറിലേക്ക് എത്തുന്നു, ഗുണ്ടല എസ്റ്റേറ്റിലേക്ക് എത്തുന്നു. അച്ഛൻ അമ്മയൊക്കെ എല്ലാം അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ബൈസൺവാലി ടീ കമ്പനിയിൽ ഒരു 10 സെന്റ് ഭൂമിയും ഒരു വീടും ഉണ്ട്. അവിടെയാണ് ഞാൻ താമസം. അപ്പം നമ്മൾ ഇവിടെ വരുന്നത് മക്കളുടെ ഭാരമായിട്ട്, ജനങ്ങളുടെ ഭാരമായിട്ട്, അവരുടെ കഷ്ടനഷ്ടങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ. ഇന്ന് സ്വതന്ത്രം അടഞ്ഞിട്ട് 1947 അടുത്ത് ഇന്ന് വരെ അവരൊരു അടിമകളായിട്ട് തന്നെ ഇരിക്കുക. അപ്പം ആ അടിമത്തനത്തിൽ നിന്ന് അവർ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്നെ കൊണ്ട് എന്തൊക്കെ സാധിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2011 ദേവികുളം നിയോജകമണ്ഡലം MLA ഇലക്ഷനിൽ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റായിട്ട് ഞാൻ മത്സരിച്ചു. ജനങ്ങൾക്ക് വേണ്ടി LDF-ഉം UDF സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്ന ആ സമയത്തിൽ തന്നെ ഞാൻ എതിർത്ത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചു. കുറേ വാക്ക് തന്നെ കെട്ടിയിട്ടുണ്ട്, കുറേ വോട്ടുകൾ തന്നെ കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജനങ്ങളുടെ മുമ്പ് ഇവിടെയുള്ള പല കാര്യങ്ങളെ എടുത്ത് അവർക്ക് പറയാൻ വേണ്ടിയാണ് ഈ മത്സരത്തിൽ മത്സരിക്കുന്നത്. അങ്ങനെ 2016 ദേവികുളം നിയോജകമണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയായിട്ട്, ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചു. അപ്പോഴും കുറേ വോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ജനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടി പല രൂപത്തിൽ നമ്മൾ ഈ മൂന്നാർ മേഖലയിലും മറ്റ് ദേവികുളം നിയോജകമണ്ഡലത്തിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്തിലാണ് അണ്ണൻ രാജേന്ദ്രൻ എന്നെ BJP പാർട്ടിയിൽ ചേർക്കാൻ വേണ്ടി എന്നെ വിളിച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ BJP പാർട്ടിയിലേക്ക് കയറിയ ശേഷമാണ് ആദ്യമായിട്ട് പഞ്ചായത്ത്
ഇലക്ഷനിൽ ഞാൻ മത്സരിക്കാൻ തുടങ്ങിയത് ദേവികുളം ഡിവിഷൻ 3-ൽ, ജില്ലാ പഞ്ചായത്ത് ദേവികുളം ഡിവിഷൻ 3-ൽ ഞാൻ മത്സരിച്ചു. അങ്ങനെയാണ് ജനങ്ങളുടെ കാര്യങ്ങളെ നമ്മൾ നോക്കാൻ വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങളെയൊക്കെ എടുത്ത് നമ്മൾ പറയാൻ വേണ്ടി BJP പാർട്ടിയിൽ വന്നിരിക്കുന്നത്. BJP പാർട്ടിയുടെ അകത്ത് വന്നു, മത്സരിച്ചു, ജനങ്ങളോട് ഒപ്പം നിന്നു, 3445 വോട്ടുകളൊക്കെ എടുത്തു. അതല്ലാതെ പിന്നെ പാർട്ടി പ്രവർത്തനങ്ങളും നമ്മൾ ഒന്നുകൂടി നടത്തിക്കൊണ്ടിരിക്കുക. ജനുവരി 15-ാം തീയതി ഒരു പൊങ്കൽ വില പാർട്ടി എൻ്റെ ഒരു ചുമതലയിൽ കൊണ്ടാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. അന്ന് ജില്ലാ പ്രസിഡന്റ് PP സാനു സാർ വന്നായിരുന്നു. പിന്നെ മണ്ഡല പ്രസിഡന്റ്, അന്നും ഉണ്ടായിരുന്ന മണ്ഡല പ്രസിഡന്റ്, ദേവികുളം മണ്ഡല പ്രസിഡന്റ് PP മുരുകൻജി ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരോടൊപ്പം ചേർന്ന് ഈ പൊങ്കൽ വില മിക ഒരു തുല്യമായിട്ട് അത് നടത്തി ഞങ്ങൾ ചെയ്തതാണ്. എന്നാൽ വേൾഡ് റെക്കോർഡായി. അത് വേൾഡ് റെക്കോർഡെന്ന് എന്നാ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല്, മൂന്നാറിൽ എந்த ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ ഒരു പൊങ്കൽ വില തമിഴർ അധികം ഇവിടെ തമിഴർ ഇരിക്കുന്ന ഈ ഭാഗത്തിൽ ഇതുവരെ പൊങ്കൽ വില ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ അത് എൻ്റെ ഒരു ചുമതല കൂടി ഞാൻ എടുത്ത് ചെയ്തതുകൊണ്ട് ലോകമെല്ലാം അറിഞ്ഞ് നമുക്ക് ഒരുപാട് ഫോൺ കോളൊക്കെ വന്നായിരുന്നു. അയ്യോ, നിങ്ങൾ മൂന്നാറിൽ പൊങ്കൽ വില നടത്തിയിട്ടുണ്ടോന്ന്. അപ്പം ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടി എല്ലാവരും ഇവരോട് ചേർന്ന് BJP പ്രമുഖരോട് ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതല്ലാതെ ഈ പ്രാവശ്യം കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി രാജീവ് ചന്ദ്രശേഖർജി, കേരള സ്റ്റേറ്റ് പ്രസിഡന്റ്, BJPന്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി വന്നായിരുന്നു. അപ്പം ആ പരിപാടി നടത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം നിർത്തി BJPയിൽ ജോയിന്റ് ചെയ്യാൻ വേണ്ടി, BJP പാർട്ടിയിൽ ജോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളൊക്കെ കൊണ്ടുവന്നു. പല കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് ഇപ്പൊ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത് നമ്മൾ ഇനി ഈ ജനങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ ഒപ്പം ഇരുന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങളെ നമ്മൾ ചെയ്തു പോയാലേ ജനങ്ങൾക്ക് അവരുള്ള കഷ്ടനഷ്ടങ്ങളെ നമ്മൾ തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഓർത്തു, ഈ വരുന്ന ദേവികുളം നിയോജകമണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയായിട്ട്, BJPയുടെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അപ്പം അണ്ണൻ രാജേന്ദ്രൻ അണ്ണനോട് നമ്മൾ സംസാരിക്കുമ്പോൾ കടந்த 8-ാം തീയതി, ഫെബ്രുവരി 8-ാം തീയതി സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി വന്ന ആ സമയത്തിൽ അവർ തന്നെ പറഞ്ഞു, അണ്ണൻ രാജേന്ദ്രൻ തന്നെ ഇവിടെ മത്സരിക്കണം. എന്താണ് പറഞ്ഞാല് 15 കൊല്ലം പുള്ളി MLA ആയിട്ട് ഇവിടെ ദേവികുളം നിയോജകമണ്ഡല MLA ആയിട്ട് ഉണ്ടായിരുന്നു. അതല്ലാതെ 5 കൊല്ലം ജില്ലാ പ്രസിഡന്റായിട്ട് ഉണ്ട്, ഇടുക്കി ജില്ലാ പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ രീതിയിൽ അവരെ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞു. അത് നമുക്ക് വളരെ സന്തോഷമായി. എന്നാൽ ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് കിട്ടണമെങ്കിൽ അത് വലിയ ഒരു ഭാഗ്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഉറപ്പാണ്. അപ്പൊ അണ്ണൻ മത്സരിക്കുകയാണെങ്കിൽ അണ്ണനോടൊപ്പം നമ്മളിരുന്ന് ഈ BJP പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി, എന്താണ് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന എന്തൊരു വികസനവും എന്തൊരു ഫണ്ടും ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതും ദേവികുളം നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. 5 തലമുറയായിട്ട് ഇവിടെ ഈ മക്കൾ വളർന്നുകൊണ്ടിരിക്കുക. ഇവിടെ എന്താണ് പറഞ്ഞാല് ടാറ്റയുടെ ലാൻഡ് 1860 മുതൽ ഇവിടെ തേയിലത്തോട്ടത്തിൽ പുറത്തുനിന്ന് വന്ന് തമിഴ്ക്കാർ ഈ വനഭൂമി പാട്ടം പൂട്ടം കാലത്തിൽ ഉണ്ടായിരുന്ന ഈ വനഭൂമിയെ ഇന്ന് ഒരു സ്വർഗഭൂമിയായിട്ട്, ലോകം അറിയുന്ന ഒരു ഭൂമിയായിട്ട് ഈ ജനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ജനങ്ങൾ റിട്ടയർഡ് ആകുന്ന സമയത്തിൽ അവർക്ക് വീട് വയ്ക്കാൻ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തോ ഒരു സാഹചര്യം ഒന്നും കിട്ടുന്നില്ല. ഇത് 1947 അടുത്ത്, ഇപ്പൊ നമ്മൾ സ്വതന്ത്രം അടഞ്ഞിട്ട് 60-70 ആണ്ടുകളമായി. പക്ഷെ 60 ആണ്ടുകളായിട്ട് LDFും UDFും ഭരണത്തിലുണ്ട്, ഉണ്ടായിരുന്നു. എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്നല്ല. പക്ഷേ കഴിഞ്ഞ നമ്മുടെ അണ്ണൻ രാജേന്ദ്രൻ MLA ആയി ഉണ്ടായിരുന്ന ആ സമയത്തിൽ കുട്ടിയാർവേലി ഭാഗത്തിൽ ഒരു 200 ഏക്കറിൽ ജനങ്ങൾക്ക് സ്വന്തം വീട് വയ്ക്കാനും നിലം ഉണ്ടാക്കി കൊടുക്കാനും അതൊക്കെ പരിപാടി ആ ഒരു വ്യക്തി മാത്രമാണ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ ഇലക്ഷൻ ഞങ്ങൾ കണ്ടെടുത്താൻ വേണ്ടി കാത്തിരിക്കുക.
അപ്പം അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കണം ഉള്ള ആഗ്രഹമാണ് എനിക്ക് ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് ഞാൻ കത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് പ്രസിഡന്റ് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. സാർ, ഞാൻ ഈ രാജേന്ദ്രൻ അണ്ണൻ മത്സരിച്ചില്ലെങ്കിൽ എനക്കൊരു അവകാശം വേണം. ഈ ദേവികുളം നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി അനുഭവങ്ങളുണ്ട്, പൊളിറ്റിക്കൽ അനുഭവങ്ങളുണ്ട്. ജനങ്ങളോടൊപ്പം ഞാൻ നല്ല ഒരു പേരെടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് അറിയുന്ന ഞാൻ ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു 12 കൊല്ലമായിട്ട് മഹാരാഷ്ട്ര മുംബൈയിൽ NDK പാർട്ടി, നാം തമിഴർ കച്ചി, സീമാൻ ലീഡറാണ്. ആ പാർട്ടിയിൽ ഞാൻ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇരുന്നിട്ട് നമ്മളുടെ ജനങ്ങളുടെ കാര്യം നമ്മൾ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഞാൻ മുംബൈ വിട്ടിട്ട് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഞാനിപ്പോൾ വന്നിട്ട് ഒരു കൊല്ലമായി. അപ്പം ആ രീതിയിലാണ് ഞാൻ അവർക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. അണ്ണൻ രാജേന്ദ്ര അണ്ണൻ മത്സരിച്ചില്ലെങ്കിൽ അടുത്ത സ്ഥാനം എനിക്ക് കെട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ജി അവരുകൾക്കും ഞാൻ കത്ത് കൊടുത്തിരിക്കുക. അതുപോലെ ദേവികുളം മണ്ഡല പ്രസിഡന്റ് സേതുരാമൻ, ജയപാൽ സേതുരാമൻ, അവർക്കും ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന കാലങ്ങളിൽ അത് പാർട്ടി തന്നെ തീരുമാനം എടുക്കണം. ഞാനല്ല, എൻ്റെ ഒരു വാക്ക് ഞാൻ കത്ത് കൊടുത്തിരിക്കുക. പക്ഷെ ഡിസിഷൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയാണ്. മൂന്നാറിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.